സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ദീനായ രൂപത്തിൽ ആരുടെ മുന്നിൽ പറയുന്ന വിഷയത്തിലും ഒരു പേടിയില്ലാത്തൊരു മഹാനുഭാവനായിരുന്നു. നാം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ജീവിതകാലം പ്രധാനപ്പെട്ട 5 ഖലീഫമാരുടെ കാലഘട്ടത്തിലും സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ ദീനായി പറയുന്നതിൽ ഒരു പേടിയുമില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. പ്രധാനപ്പെട്ട 5 ഭരണാധികാരികൾ മഹാനുഭാവൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അൽ മുസ്തൽഹിർ ബി അംരില്ല, മുസ്തർഷിദ് ബില്ല, റാഷിദ് ബില്ല, മുക്തഫീലി അംരില്ല, മുസ്തൻജിദ് ബില്ല തുടങ്ങിയവരാണ് അവർ. സൽജൂക്കികളും ഖുലഫാഉൽ അബ്ബാസികളും തമ്മിൽ വലിയ രൂപത്തിൽ സംഘട്ടനങ്ങളൊക്കെ പരസ്പരം നടക്കുന്ന ഒരു കലുഷിതമായ ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 2 വിഭാഗമായി സമൂഹം മാറുന്നുണ്ട്. വെറും പണം മാത്രമുള്ള ഒരു റിച്ചസ്റ്റ് പീപ്പിൾസ്, അവരൊരിക്കലും എന്ത് ചെയ്യാറില്ല, ഒരർത്ഥത്തിലും പാവങ്ങളെ പരിഗണിക്കാറില്ല, ദുനിയാവിന് വേണ്ടി മാത്രം ഒഴുകുന്ന ഒരു ടീമാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലാതെ ആഖിറം കൊതിക്കുന്ന വിഭാഗം തുലവും തുച്ഛമായ ഒരു വല്ലാത്തൊരു കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് ജീലാനി തങ്ങൾ കടന്നു വരുന്നത്. ആ ഒരു സമൂഹത്തെയാണ് വലിയ പുനരുദ്ധാരണം, നവോത്ഥാനം മഹാനുഭാവൻ നെഹ്ല എല്ലാ അർത്ഥത്തിലും നടത്തുന്നത്. വലിയൊരു സൗറയായിരുന്നു, വലിയൊരു വിപ്ലവമായിരുന്നു മഹാനുഭാവൻ ആത്മീയമായ രൂപത്തിൽ ആ സമൂഹത്തെ സംസ്കരിച്ചെടുത്തത്. അതിന് പേടി എന്ന സംഗതി ഉണ്ടാവരുത്. കാരണം മുഴുവൻ ഭരണാധികാരികളും ഭൗതികതയിൽ മാത്രം ഒഴുകുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുക്തഫീലി അംരില്ലയുടെ കാലഘട്ടത്തിൽ യഹ്യ ബിനു സഈദ് എന്ന് പറയുന്ന ആളെ, ഇബ്നു മുസാഹിം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്, വല്ലാത്ത അക്രമകാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ബഗ്ദാദിൻ്റെ വാലിയായിക്കൊണ്ട് നിയമിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനുഭാവൻ ഖലീഫയോട് മുമ്പിൽ പോയി ഖലീഫയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. വല്ലൈത അലൽ മുസ്ലിമീന അദ്ലമൽ ളാലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ മേലിൽ വാലിയായിക്കൊണ്ട്, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കളക്ടർ എന്നൊക്കെ പറയാം, ആയി നിങ്ങൾ നിയോഗിച്ചത് ലാലിമീങ്ങളിൽ ഏറ്റവും ഉൽമ ചെയ്യുന്ന അക്രമകാരിയായ ഒരു ആളെയാണ്. ഇബ്നു മുസാഹിം എന്നവരാണ് ഉദ്ദേശം. മാ ജവാബുക ഗദൻ ഇൻദ റബ്ബിൽ ആലമീൻ, നാളെ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ അടുക്കൽ നീയും ഞാനുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഉത്തരമാണ് ആ റബ്ബുൽ ആലമീനായ തമ്പുരാനോട് നിങ്ങൾ പറയുക എന്ന വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ മുഴുവൻ ഭരണവും തൻ്റെ കയ്യിലുള്ള രാജാതിരാജൻ എന്ന അന്നത്തെ കാലത്ത് വിശേഷിപ്പിച്ച മുക്തഫീലി അംരില്ല ഫർതഅദൽ ഖലീഫ, ഖലീഫ ആകെ ഒന്ന് കിടുങ്ങി, ഒന്ന് ഞെടുങ്ങി, വബക, കരഞ്ഞുപോയി എന്നാണ്. അള്ളാഹുവിനെ മാത്രം ഒരാൾ പേടിച്ചാൽ, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അള്ളാഹുവിനെ മാത്രമാണ് ഒരാൾ ഭയക്കുന്നത് എങ്കിൽ അവനെ എല്ലാ ചരാചരങ്ങളും ഭയക്കുമെന്നാണല്ലോ. അങ്ങനെ ഖലീഫ എന്ത് ചെയ്തു? ആ ഖാലിയാകുന്ന വാലിയെ എന്ത് ചെയ്തു? എല്ലാ അർത്ഥത്തിലും ഒഴിവാക്കുകയാണ്, അസിൽ ചെയ്യുകയാണ്. പിന്നീട് വലിയ രൂപത്തിൽ ഭരണാധികാരികളൊക്കെ മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇത്രയും ധീരമായി അവരോട് നേരിട്ടിട്ടും അവർക്കൊരിക്കലും ഷെയ്ഖ് അവർകളെ എതിരിടാൻ തോന്നാതെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അള്ളാഹു ദീനായി പറയുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.